ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പല ആളുകളും റീറ്റെയിൽ സ്റ്റോറുകൾ നടത്തുന്നവരായിരിക്കും. റീറ്റെയിൽ സ്റ്റോറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള രീതിയിൽ മെർച്ചൻഡൈസിങ്ങും ഡിസ്പ്ലേയും നടത്തുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൂടുതലായി വിൽക്കാൻ കഴിയും. പ്രധാനപ്പെട്ട 5 ടെക്നിക്സിനെ കുറിച്ചാണ്, പ്രത്യേകിച്ചും ഡിസ്പ്ലേയിൽ വരുത്താൻ സാധിക്കുന്ന 5 പ്രധാനപ്പെട്ട ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം ഐ ലെവൽ പ്ലേസ്മെൻറ്റ് തന്നെയാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ വളരെ കംഫർട്ടബിളായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോ നമുക്ക് താഴെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നമ്മളുടെ ബ്രെയിൻ ആദ്യം നമ്മളെ പ്രലോഭിപ്പിക്കില്ല. ബ്രെയിൻ ആദ്യം നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മളുടെ ഐ ലെവലുള്ള സാധനങ്ങൾ എടുക്കാനായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കേണ്ട സാധനങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കാണേണ്ട സാധനങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? ഐ ലെവലിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ ആവറേജ് ഹൈറ്റ് വെച്ചുകൊണ്ട് ആ ഹൈറ്റിന് അനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ റാക്കിലായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ കൃത്യമായി ഡിസ്പ്ലേ ചെയ്യേണ്ടത്. മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഫേസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും നല്ല ഫേസ് ആയിരിക്കണം ആക്ച്വലി കസ്റ്റമർ കാണേണ്ടത്. ഇപ്പോൾ ലേബലൊക്കെ ആണെങ്കിൽ അത് തിരിച്ചു വെച്ച് കളയരുത്. അതുകൊണ്ടാണ് ഡിസ്പ്ലേ വളരെ ശ്രദ്ധയോടെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഐ ലെവലിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സെല് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഐറ്റംസ് എവിടെ ആയിരിക്കേണ്ടി വരും പ്ലേസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും താഴെയുള്ള റാക്സിലായിരിക്കും. കാരണം കുട്ടികളുടെ ഐ ലെവൽ എന്ന് പറയുന്നത് താഴെയുള്ള റാക്സിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ലെവലിലായിരിക്കണം കുട്ടികളുടെ ടോയ്സ് അടക്കമുള്ള സാധനങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് കുട്ടികൾ പോകുന്ന സമയത്ത് എടുത്ത് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം തീംഡ് ഡിസ്പ്ലേസ് ആണ്. തീംഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്രിസ്മസുമായി അല്ലെങ്കിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ പലപ്പോഴും ചില ബേക്കറികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കേക്ക്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള സ്നാക്സ്, ഇതെല്ലാം തന്നെ വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ചിലപ്പോൾ ക്രിസ്മസിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ പലതരത്തിലുള്ള ഹാമ്പേഴ്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫെസ്റ്റീവ് സീസൺ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഹാമ്പറുകൾ സെറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ബണ്ടിൽ ഓഫറുകളും ഒരുപാട് പ്രൊഡക്റ്റുകളും ഒറ്റയടിക്ക് വിൽക്കാൻ നമുക്ക് ഒരുപാട് സഹായകരമാണ്. മാത്രമല്ല, പലപ്പോഴും നമ്മളൊരു സെയിലിലേക്ക് പോകുന്നത് നമ്മളുടെ ഒരു ഇമോഷണൽ തോട്ട് വെച്ചിട്ടാണ്. ഫെസ്റ്റിവൽസ് എപ്പോഴും നമുക്ക് വലിയ ഇമോഷൻസ് സമ്മാനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫെസ്റ്റീവ് സീസണുകൾക്ക് കൃത്യമായിട്ടുള്ള തീംഡ് ഡിസ്പ്ലേസ് നമ്മുടെ സ്റ്റോറുകളിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു കോൺസെപ്റ്റാണ് ക്രോസ് മെർച്ചൻഡൈസിങ്. ക്രോസ് മെർച്ചൻഡൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചില സാധനങ്ങൾ കൂടി അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ക്രോസ് മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വിൻ്റർ ടൂറിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക, കുളുവിലേക്കോ മണാലിയിലേക്കോ ഒക്കെ. തീർച്ചയായിട്ടും എന്ത് വേണ്ടി വരും? ഒരു ജാക്കറ്റ് മേടിക്കേണ്ടി വരും. ജാക്കറ്റ് സ്ഥിരമായിട്ട് നമ്മൾ മേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ജാക്കറ്റ് മേടിക്കാൻ നമ്മൾ പോകുമ്പോൾ ജാക്കറ്റിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ നമ്മൾ കാണുന്നു. ജാക്കറ്റ് മേടിച്ച് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് ഗ്ലൗ കൂടി കാണാൻ പറ്റുകയാണെങ്കിൽ, ഗ്ലൗസ്, അതായത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ജാക്കറ്റ് മാത്രം പോരാ, ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ആവശ്യമാണ്, സ്കാർഫ് ആവശ്യമാണ്, ഇതിനു വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഹാറ്റ്സ് ആവശ്യമാണ്. ഇത്തരം സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ മറന്നുപോകും. കാരണം നമ്മളിത് പർച്ചേസ് ചെയ്ത് യൂസ്ഡ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാക്കറ്റ് മാത്രമായിരിക്കും ഒരുപക്ഷെ മനസ്സിലുണ്ടാവുക. അവിടെ വന്നിട്ട് ഈ ഗ്ലൗ കാണുമ്പോഴും സ്കാർഫ് കാണുമ്പോഴും ഹാറ്റ് കാണുമ്പോഴൊക്കെ ആയിരിക്കും അയ്യോ ഇതുകൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുന്നത്. അപ്പോൾ ക്രോസ് മെർച്ചൻഡൈസിങ് പലപ്പോഴും അപ്സെല്ലിങ്ങിനും ക്രോസ് സെല്ലിങ്ങിനുമൊക്കെ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയാണ് ക്രോസ് മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. മറ്റൊന്ന് യൂസേജ് ഓഫ് ഫോക്കൽ പോയിന്റ്സ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോൺ, പ്രത്യേകിച്ചും ഫോണുകളുടെ കാര്യത്തിലൊക്കെയാണ് ഈ ഫോക്കൽ പോയിന്റ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഒരു പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകം ലൈറ്റൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് ക്യൂബിനകത്തൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു തിരിയുന്ന ഒരു സംഭവത്തിനകത്തൊക്കെ വെച്ച് അതിനൊരു പ്രത്യേക ഫോക്കസ് കൊടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ഫോക്കൽ പോയിന്റ് മാർക്കറ്റിംഗ്. ചുരുക്കി പറഞ്ഞാൽ ആ ഷോപ്പിലേക്ക് കടന്നു വരുന്ന ഉടനെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറും ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ്.
അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ ശക്തമായി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെല് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ഫോക്കൽ പോയിന്റ് ആക്കുകയും അതിന് വേണമെങ്കിൽ ലൈറ്റൊക്കെ കൊടുത്ത് വേണമെങ്കിൽ തിരിയുന്ന ഒരു മെക്കാനിസത്തിലൊക്കെ വെച്ച് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്ത് അതിന് വേണ്ടി തന്നെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് പീപ്പിളിനെ സെയിൽസ് പീപ്പിളിനെ ഒക്കെ അസൈൻ ചെയ്ത് അതിന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അത് കൂടുതൽ വിൽക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് ഫോക്കൽ പോയിന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലിയർ ആയിട്ടുള്ള സൈനേജുകളും ക്ലിയർ ആയിട്ടുള്ള ഓഫേഴ്സുമാണ്. പലപ്പോഴും വലിയ ബിന്നുകൾ, വലിയ ഗണ്ടോലാസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വലിയ ഓഫറുകൾ, 2+1 ഓഫർ അല്ലെങ്കിൽ 1+1 ഓഫർ, 50% ഫ്ലാറ്റ് ഓഫർ എന്നൊക്കെ പറയുന്ന വലിയ സൈൻ ബോർഡുകൾ നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹോളിഡേയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്ഷയ തൃതീയ, വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ചില പ്രത്യേക തീംഡ് ആയിട്ടുള്ള ആഘോഷങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് 50% ഓഫർ വർക്ക് ചെയ്താൽ പലപ്പോഴും ഭംഗിയായിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട്. ഇത് ഇന്ന് മാത്രമേ ലഭിക്കൂ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു. മാത്രമല്ല കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളുടെ ഡിസ്പ്ലേ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. പല സ്ഥലങ്ങളിലും ഞാനത് കണ്ടിട്ടില്ല. പലപ്പോഴും ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൃത്യമായി ഇത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, ആളുകൾ അതിന് പിന്നാലെ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ, ഡിസ്പ്ലേസ്, ഓഫർ ബോർഡുകൾ എന്നിവ കൃത്യമായി പ്ലേസ് ചെയ്യുക. ഇത് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആവുന്ന തരത്തിലേക്ക് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക. ഇനിയും ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കുകൾ ഈ ഡിസ്പ്ലേയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. കൂടുതൽ ഡിസ്പ്ലേ ടെക്നിക്കുകൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്താൽ ഈ ഡിസ്പ്ലേ ടെക്നിക്കുകൾ അടങ്ങിയ ഒരു ബുക്ക് ആക്ച്വലി നിങ്ങളുടെ മെയിൽ ID കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെയിൽ IDയിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്കോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.